ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിയാസാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചേമ്പ് പറിക്കാൻ പോയിട്ടാ. ചേമ്പ് പറിച്ചിട്ട് നമുക്കിന്നൊരു കറി ഉണ്ടാക്കണം. നമുക്ക് ചേമ്പ് പറിക്കാം അല്ലേ മുന്നു? അവിടെ ഒരാൾ പണിയെടുത്തോണ്ടിരിക്കുന്നു. ഇല്ല, അപ്പോൾ അമ്മ അവിടെ കിഴങ്ങുണ്ടോയെന്ന് നോക്കിക്കൊണ്ടിരിക്കണം. അമ്മ നേരത്തെ എടുത്തതായിരുന്നു. അപ്പോൾ അവിടെ എന്തോ കിഴങ്ങ് രണ്ടെണ്ണം ഉണ്ടായിരുന്നു പറഞ്ഞപ്പോൾ അതുണ്ടോയെന്ന് നോക്കാമെന്നൊക്കെയാണ്. അപ്പോൾ നോക്കിയിട്ട് ആകെ 2 ചെറിയ കിഴങ്ങ് മാത്രമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഇതാ ഈ 2 കിഴങ്ങാണ് അവിടെ നിന്ന് കിട്ടിയത്. അപ്പോൾ ഈ ചേമ്പ് പറിച്ചിട്ട് അതിൻ്റെ താളും ചേമ്പ് വിത്തുണ്ടെങ്കിൽ അതും എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ വലിയ ചേമ്പായിരുന്നു. പക്ഷെ പറിച്ച് വന്നപ്പോൾ അതിൻ്റെ അടിയിൽ ഒന്നും ഉണ്ടായില്ല. ആകെ 2 മാത്രമേ ഉണ്ടായുള്ളൂ. കണ്ട ഭയങ്കര വലുതാണ്, പക്ഷെ ഇല്ല, 2 ഉണ്ടായിരുന്നുള്ളൂ. താളിടോ? വേറില്ലേ? ആ താറ്റെടുക്കാ പോനി. ഈ വെട്ടണത് എടുക്കോ? വേണ്ട, രസം ഉണ്ടാവില്ല. ഞാൻ മുമ്പ് അത് നടേന് കണ്ട. എന്തിട്ടാണ്? കുറച്ചിട്ട് വെച്ചാ മതി, കൊറേ വേണ്ട. താള് കിഴങ്ങ് ഇത് താളും ചേമ്പൊക്കെ കൂടി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എല്ലാം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് അമ്മ ചെയ്തുതരാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ തന്നെ അത് കഴുകിയെടുക്കുകയാണ് കേട്ടോ. വലിയ കലത്തിലിട്ട് നമ്മൾ മണ്ണിൽ നിന്ന് എടുത്തതല്ലേ, അപ്പോൾ മണ്ണൊക്കെ ഉണ്ടായിരുന്നു അതുമ്മ. അപ്പോൾ അത് കഴുകിയെടുക്കണേ. റിമോട്ടാണായിരുന്നു. അല്ല, റിമോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്ത്. നമ്മളെ ഉള്ളിൽ ഇന്ന് കുറച്ചുണ്ടാകുന്നു വേവ് നോക്കി. ഈ താൾ പരിപ്പിട്ട രസമാണ്. തേങ്ങ വെച്ചിട്ട് രസം വെച്ചാൽ ആദ്യം എല്ലാവരും വെക്കുന്ന ടേസ്റ്റ് പറഞ്ഞിട്ട് ഞാൻ വെച്ചാണ്. നല്ല രസം. മഞ്ഞപ്പൊടി ഇപ്പോൾ കിട്ടും. നല്ല
അറിയോന്ന് നമുക്ക് ആദ്യം നിറച്ച് കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതാ കാശ്മീരിക്ക് എരിവ് ഉണ്ടാവില്ല. അപ്പം നമ്മളിതെല്ലാനും കൂടിയും കുക്കറിലിട്ടിട്ട് ഇതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് മുളക് പൊടിയും ഇട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെക്കുകയാണ് കേട്ടോ. നമ്മളിങ്ങനെ ഓണാക്കി വെച്ചിട്ട് താളൊന്ന് വെന്തിരുന്നിട്ട് നമുക്ക് കുക്കർ അടയ്ക്കാം. അപ്പം താളൊന്ന് വെന്തിരുന്നപ്പോൾ ഇത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു വിസിൽ കേൾക്കുമ്പോൾ ഇത് ഓഫ് ചെയ്യാം കേട്ടോ. ഇത് ഒരു വിസിലാണ് കേട്ടോ. ഒരു വിസിൽ കേട്ടപ്പോൾ നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് തേങ്ങ വേണം. അപ്പം ഞാൻ തേങ്ങ ഒന്ന് പൊട്ടിച്ച് ചിരകി എടുക്കട്ടെ കേട്ടോ. ഇനി ഇതിൽ നമുക്ക് പച്ചമുളക് ഇടണം, ഉള്ളി ഇടണം, പിന്നെന്താ വെളുത്തുള്ളി ഇടണം. അതൊക്കെ ഇട്ടിട്ട് നമുക്ക് അടിക്കണം. ഓക്കെ, ഉള്ളി ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ സവാള വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പം നമുക്കിനി ഇത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഇത് ഉള്ളിയാണെങ്കിൽ ഉള്ളി എടുക്കാം, പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി ഉണ്ട്, കറിവേപ്പില, ഇത് ഒന്നിച്ചിട്ട് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. നന്നായിട്ട് അടിച്ചെടുക്കാം കേട്ടോ. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കയ്യിലുകൊണ്ട് ഇതൊന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം ഞാനൊന്ന് ഉടയ്ക്കട്ടെ നന്നായിട്ട്. എനിക്ക് ഒരു കൈ വെച്ച് ഉടയ്ക്കാൻ സാധിക്കില്ല, പറ്റില്ല. അപ്പം ഞാൻ ചൂടുണ്ടേ, ഞാൻ രണ്ട് കൈ വെച്ച് ഞാൻ ഈ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടയ്ക്കട്ടെ. ഉടച്ചതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ കാണാം കേട്ടോ. ശേഷം ഒന്ന് ഉടച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒയ്യോ, ശരിക്കും ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ. ഇതിൽ അരപ്പ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്യാസ് ഒന്ന് ഓണാക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ ഗ്യാസ് ഒന്ന് ഓണാക്കാം നമുക്ക്. അപ്പം ഇത് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചിടണം. ഇത് ഓഫ് ചെയ്യാം. കടുക് തളിക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിത് ഈ വേപ്പില ഇട്ട് കൊടുക്കാം. വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് കറിയിലേക്ക് തട്ടാം കേട്ടോ. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്താൽ എല്ലാവരും ഉണ്ടാക്കണതായിരിക്കുള്ളൂ. മുനസ് ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. وتسترون كتستئساركم ثم تألبنا بمثلين الدجاجة وتغير كل واحد منكم بلة ركسنا الناد وساموا هيا هيا نجيب ببلة ونلعب ولا يبيل كنيا ها 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 وفي الأذكار طلاب يلعبون ممثلين دجاجة وقال المدرس أنتن دجاجة
ودجاجات تبيل فألتم स्वाहा जमीहु तुल्लाबु नअम नअम ननबीलु वनबीलु ثم أخذ كل واحد منهم بالة بصوت كوكو كوكو أنابيل أنابيل تحير كنياي ونظر حوله ثم صاح على صوته كوكوريكوكو 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 وقال أنتن دجاجات وأنا ذيك فوجد طلاب بل مدرس أحبائي ندرس في أي مكان إن كان لنا أكل شكرا രണ്ടു മൺകുടങ്ങൾ ഒരിക്കൽ ഒരിടത്ത് വളരെ നല്ലവൻ അധ്വാനിയമായ ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വെള്ളം കോരാൻ രണ്ടു മൺകുടങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും അദ്ദേഹം പുഴയിൽ പോയി രണ്ടു മൺകുടങ്ങളിലും വെള്ളം നിറച്ച് വീട്ടിൽ കൊണ്ടുവരുമായിരുന്നു. ഒരു ദിവസം വെള്ളം കോരുന്നതിനിടെ ഒരു മൺകുടം പൊട്ടി അതിന് വിള്ളലുണ്ടായി. അതിനുശേഷം ഈ പൊട്ടിയ മൺകുടത്തിൽ നിന്നും വെള്ളം ചോർന്നു പോകുമായിരുന്നു. വീട്ടിലെത്തുമ്പോൾ അരക്കുടം വെള്ളം മാത്രമേ മിച്ചമുണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ പൊട്ടിയ മൺകുടത്തെ പൊട്ടാത്ത മൺകുടം എപ്പോഴും കളിയാക്കുമായിരുന്നു. നീ പൊട്ടിയതാണ്, നിന്നെക്കൊണ്ട് യജമാനന് യാതൊരു ഉപകാരവുമില്ല. അധികം വൈകാതെ യജമാനൻ നിന്നെ കളയും. എന്നെക്കൊണ്ടാണ് യജമാനന് കൂടുതൽ ഉപകാരം. ഇത് കേട്ട പൊട്ടിയ മൺകുടത്തിന് ഒരുപാട് സങ്കടമായി. പക്ഷേ കൃഷിക്കാരൻ പൊട്ടിയ മൺകുടത്തെ കളഞ്ഞില്ല. ഒരുപാട് നാൾ കഴിഞ്ഞിട്ടും ആ മൺകുടത്തിൽ തന്നെ വെള്ളം കോരുമായിരുന്നു. ഒരു ദിവസം വെള്ളം കോരിക്കൊണ്ടു പോകുമ്പോൾ പൊട്ടിയ മൺകുടം പറഞ്ഞു, യജമാനനെ, എന്നെക്കൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഉപകാരവുമില്ല. എന്നെ കളഞ്ഞിട്ട് പുതിയൊരെണ്ണം വാങ്ങിയാലും. ഇത് കേട്ട കൃഷിക്കാരൻ പറഞ്ഞു, ആര് പറഞ്ഞു നിന്നെക്കൊണ്ട് ഉപകാരമില്ലെന്ന്? നീ ആ വഴിയിലേക്കൊന്ന് നോക്കിക്കേ, എന്തുമാത്രം പൂക്കളും ചെടികളും പച്ചക്കറികളുമാണ് ഇവിടെ വളർന്നു നിൽക്കുന്നതെന്ന്. നിന്റെ വിള്ളലിലൂടെ പോകുന്ന വെള്ളമെല്ലാം മീനാണ്. ഇവയെല്ലാം ഇത്രത്തോളം വളർന്നു നിൽക്കുന്നത്. ഇത് കേട്ട പൊട്ടിയ മൺകുടത്തിന് ഒരുപാട് സന്തോഷമായി. പൊട്ടാത്ത മൺകുടം നാണിച്ചു തല താഴ്ത്തി. ഇത്രയും നാൾ പൊട്ടിയ മൺകുടത്തെ കളിയാക്കിയതോർത്ത് പൊട്ടാത്ത മൺകുടം വളരെ വിഷമിച്ചു. തന്റെ തെറ്റുകളേറ്റു പറഞ്ഞ് മാപ്പ് ചോദിച്ചു. കൂട്ടുകാരെ, മറ്റുള്ളവരുടെ കുറവുകൾ കണ്ട് നാം അവരെ കളിയാക്കാൻ പാടില്ല. അതുപോലെ നമ്മൾക്ക് എന്തെങ്കിലും